നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. തിരുത്തേണ്ടത് അണികളോ നേതാക്കളോ? CPM-നെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണിത്. അങ്ങ് പയ്യന്നൂരിൽ നിന്ന് തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ച പാർട്ടി വിരുദ്ധ സുനാമി ചില്ലറയല്ല ആ സംവിധാനത്തെ കുഴയ്ക്കുന്നത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലുമെങ്കിലും ഈ വിഷയത്തിൽ തിരിച്ചടി ഉണ്ടാകില്ലെന്നും അവിടുത്തെ കോട്ടകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു CPM. അവിടെയും കടപുഴകുന്നു. പക്ഷേ അതിൻ്റെ അലയൊലികൾ ഇങ്ങ് തലസ്ഥാനം വരെ എത്തിയപ്പോൾ ചരിത്രത്തിലില്ലാത്ത വിധം വല്ലാതെ കുഴങ്ങുകയാണ് പാർട്ടി. വോട്ട് ചെയ്തത് പാർട്ടിക്കാർ തന്നെയാണ്, സംശയമില്ല. കാരണം പാർട്ടി കോട്ടകളിലാണ് തോറ്റത്, ഉറച്ച പാർട്ടി വോട്ടുകളുള്ള സ്ഥലത്താണ് തോറ്റത്. പാർട്ടിക്കാർ തന്നെയാണ് പാർട്ടിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് എന്നുള്ളത് ചില്ലറ പ്രശ്നമല്ല ആ സംവിധാനത്തിനുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ പ്രതിഷ്ഠിച്ചപ്പോൾ, പിണറായിയെ മുൻനിർത്തി പ്രചരണം നടത്തിയപ്പോൾ, അതൊക്കെ തിരിച്ചടിച്ചപ്പോൾ ഇനി പ്രതിപക്ഷ നേതാവായി പോലും അദ്ദേഹം തുടരണമോ എന്ന് പാർട്ടി അണികൾ ആലോചിക്കുന്നു. പാർട്ടി സെക്രട്ടറി മാറണം എന്നാവശ്യപ്പെടുന്നു. ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയിൽ കൃത്യമായ തീരുമാനങ്ങളും തിരുത്തലുകളും ഉണ്ടാകണമെന്നാണ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ കരുതുന്നത്. പാർട്ടി വിമർശകർ പോലും അമ്പരന്ന ഈ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് തിരിച്ചു വരാൻ CPM എത്ര സമയം എടുക്കുമെന്ന ചോദ്യം ചോദിക്കുകയാണ്. നടന്നതൊക്കെ 10 വർഷം നടന്നതൊക്കെ പാർട്ടി വിരുദ്ധമാണെന്നും ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ CPM ഇനി തിരിച്ചു വരാത്ത വിധം തകരുമെന്നും കുറഞ്ഞ പക്ഷം പാർട്ടിയെ വല്ലാതെ സ്നേഹിക്കുന്നവരെങ്കിലും വിശ്വസിച്ചിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ്, അതിനുള്ള മറുപടിയാണ്, ജനത്തെ മറന്നതിനുള്ള പ്രതിഫലമാണ് ഇപ്പോൾ CPM അനുഭവിക്കുന്നത്. നമുക്ക് തലക്കെട്ടുകളിലേക്ക് വളരെ വേഗം പോകാം. തമിഴ്നാട്ടിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾ. വിജയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ഉപാധികൾ വെച്ചു. നാളെ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും. 9 ക്യാബിനറ്റ് മന്ത്രിമാരും അധികാരമേൽക്കും. AIDMK-യിൽ പൊട്ടിത്തെറി. കൂടുതൽ MLA-മാർ പാർട്ടി വിടാൻ സാധ്യത. ബംഗാളിൽ ദീദി നാടകം തുടരുന്നു. അധികാരമൊഴിയില്ലെന്ന് മമത, താൻ തോറ്റിട്ടില്ലെന്ന് പ്രഖ്യാപനം. സത്യപ്രതിജ്ഞയുമായി മുന്നോട്ടു പോകാൻ BJP. ചരിത്ര വിജയത്തിൽ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. പശ്ചിമബംഗാളിലെ വൻ വിജയത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ മേധാവിത്വം നേടി BJP. രാജ്യത്തെ 22 പ്രദേശങ്ങളിൽ NDA ഭരണം. BJPക്ക് സ്വന്തമായുള്ള മുഖ്യമന്ത്രിമാരുടെ എണ്ണം 17. BJPയുടെ സ്വാധീനം ഭൂവിസ്തൃതിയുടെ 74%, ജനസംഖ്യയുടെ 69%. മഞ്ചേശ്വരത്ത് CPM വോട്ടുകൾ ചോർന്നത് ലീഗിലേക്കോ? 2021 അപേക്ഷിച്ച് CPM-ന് കുറഞ്ഞത് 20,000-ഓളം വോട്ടുകൾ. മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണവും തോൽവിക്ക് കാരണമായത് BJP. കോന്നിയിൽ BJP കോൺഗ്രസ് ഡീലെന്ന് KU ജനീഷ് കുമാർ. ഇറാനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചെന്ന അമേരിക്ക. ഹോർമുസ് പൂർണ്ണമായും തുറക്കാനുള്ള നടപടികൾ തുടരും. ഇറാനെതിരായ നാവിക ഉപരോധത്തിൽ മാറ്റമില്ല. പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ട്രംപ്. US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി. സിഗ്നലുകൾ നഷ്ടമായത് ഖത്തറിന് മുകളിൽ വെച്ച് അപായ സൂചന മുഴക്കിയിരുന്നുവെന്ന് US. ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ പുറപ്പെട്ടത് UAE-യിലെ അൽ ദഫ്ര വ്യോമത്താവളത്തിൽ നിന്ന്. UAE-ക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇറാൻ. ആരോപണം തള്ളി. ഇറാനിയൻ ആക്രമണങ്ങളെ അപലപിച്ച് ഗൾഫ്. UAE-ക്ക് നേരെ ഉണ്ടായത് വഞ്ചന. AI സാങ്കേതിക വിദ്യ മനുഷ്യരാശിയുടെ സർവനാശത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ്. SpaceX, ടെസ്ല, XAI മേധാവികൾ കോടതിയിൽ മൊഴി നൽകി. US കമ്പനി ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് മിത്തോസ് AI ടൂളിനെതിരെ മുന്നറിയിപ്പ് നൽകിയ രാജ്യങ്ങൾ. ക്ലൗഡ് മിത്തോസ് തൽക്കാലം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കില്ലെന്ന് ഇന്ത്യയും US-ഉം. AI ഉപയോഗത്തിൽ നിയമനിർമ്മാണത്തിന് അമേരിക്ക. മുഖ്യമന്ത്രി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ കേരളത്തിൽ. AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെ. CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കും. നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒരു വിഭാഗം. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കും. പാചകവാതക വില വർധനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ. സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധം. നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം.
തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് AIDMKയിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതകൾ ഏറുന്നു. വലിയൊരു വിഭാഗം MLA-മാർ പാർട്ടി വിടാൻ പോകുന്നു. വിജയ്ക്കൊപ്പം ചേരാൻ അവർ തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. എടപ്പാടി പളനിസ്വാമി ആകട്ടെ വലിയ ശ്രമം നടത്തുന്നു ഈ MLA-മാരെ കൂടെ നിർത്താൻ. അതേസമയം ഉപാധികളോടെ വിജയ്ക്ക് പിന്തുണ നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് BJPക്കൊപ്പം സഹകരിക്കരുത്, BJP ഘടകകക്ഷികളുമായും കൂട്ടുകൂടരുത് എന്ന് തന്നെയാണ്. ഒപ്പം 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് വിവരം. 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്നും വിവരമുണ്ട്. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സജിത്ത്, എന്താണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ നീക്കങ്ങൾ? 10 MLA-മാരുടെ പിന്തുണ കൂടി വേണം, അത് ഉറപ്പിച്ചു കഴിഞ്ഞോ വിജയ്? നാളെ സത്യപ്രതിജ്ഞ, നാളെ രാവിലെ 11:30 സത്യപ്രതിജ്ഞ. ഇതിനുള്ള നീക്കത്തിലാണ് വിജയ് ഒരുങ്ങുന്നത്. വിജയ് തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 9 ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ആശയക്കുഴപ്പം ഇപ്പോഴും അവശേഷിക്കുന്ന കാര്യം വിജയ് എങ്ങനെ കേവല ഭൂരിപക്ഷം തികയ്ക്കുമെന്നതാണ്. കോൺഗ്രസിന്റെ പിന്തുണ കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ നിബന്ധന ഇതാണ്: BJPയുടെ പിന്തുണ തേടരുത്, BJP ഘടകകക്ഷികളുമായി NDA ഘടകകക്ഷികളിലെ ഒരു കക്ഷിയുമായുള്ള പിന്തുണ തേടരുത്, ഒപ്പം തന്നെ ഒരു മതേതര ബദലായി ഉറച്ചു നിൽക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം 2 മന്ത്രിസ്ഥാനം, 2-ലധികം മന്ത്രിസ്ഥാനം എന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നിലപാടിലൂടെയാണ് കോൺഗ്രസിന്റെ പിന്തുണയ്ക്ക് ധാരണ ഉണ്ടാവുന്നത്. ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറും. അതനുസരിച്ചുള്ള തീരുമാനമുണ്ടാകും. എന്തായാലും KC വേണുഗോപാൽ നൽകുന്ന സൂചനയനുസരിച്ച് കോൺഗ്രസിന്റെ പിന്തുണ വിജയ്ക്ക് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ 5 പേരെ കൂടി കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ വേണ്ടത് പുതിയതായി 10 MLA-മാരുടെ പിന്തുണയാണ്. കേവല ഭൂരിപക്ഷം 118 എന്ന അംഗസംഖ്യ തികയ്ക്കാൻ ആവശ്യമായി വരുന്നത്. മറ്റാരുടെയൊക്കെ പിന്തുണ എന്നതാണ്. കോൺഗ്രസിന്റെ പിന്തുണ കിട്ടിയാൽ സ്വാഭാവികമായും നിലവിലുള്ള 2 ഇടതു പാർട്ടികൾ CPM-ഉം CPI-യും 2 കക്ഷികൾ വീതമുള്ള അവരുടെ പിന്തുണ കിട്ടും. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ലഭിച്ചാൽ 6 പേർ കൂടിച്ചേരും. അങ്ങനെയെങ്കിൽ 119 പേരുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് വിജയ്ക്ക് സാങ്കേതികമായി കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും. എന്തായാലും നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. വിജയ് ഇതിനിടയിൽ MLA-മാരുമായി യോഗം ചേർന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുകയും സത്യപ്രതിജ്ഞയുടെ ഒരുക്കങ്ങളിലേക്കും കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തമിഴകത്ത് പുതിയൊരു ബദൽ ഉണ്ടാവുന്നു എന്നാണ് സാഹചര്യം. ഇതിനിടയിൽ മറ്റൊരു സാഹചര്യം കൂടി ഉയർത്തിരിഞ്ഞു വരുന്നത് AIDMKയിലാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ AIDMKയുടെ ഒരു കൂട്ടത്തോളം MLA-മാർ പാർട്ടി വിടാൻ തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇവരെ പിടിച്ചു നിർത്താൻ നീക്കം നടത്തുന്നുണ്ട്. ഇവർ പാർട്ടി വിട്ട് പുതിയൊരു രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിച്ചാൽ അവർക്ക് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള മറ്റ് കൂറുമാറ്റ നിരോധന നിയമം അടക്കമുള്ള മറ്റ് നടപടികൾ നേരിടേണ്ടി വരും. പക്ഷേ ഇതിനപ്പുറം കൂട്ടത്തോടെ ഒരു വിഭാഗം MLA-മാർ, ഭൂരിപക്ഷ MLA-മാരും പാർട്ടി വിട്ടു പോകുമോ? അങ്ങനെ പോയാൽ ആ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവില്ല. അങ്ങനെയെങ്കിൽ അവർ വിജയപക്ഷത്തേക്ക് ചേരുമോ? സങ്കീർണമായ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തമിഴകം കളമൊരുങ്ങുന്നത്. എന്തായാലും നാളെ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കാനാണ് സാധ്യത. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടെ വിജയ്ക്കെതിരെ DMK രംഗത്ത് വന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റ് ഒരു ആരോപണത്തിന് തുടക്കമായിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ചിലവിലാണ് വിജയ്ക്കെതിരെ അല്ല കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് ജയിച്ചതും 5 MLA-മാരെ സൃഷ്ടിച്ചതും എന്നാണ് DMK പറയുന്നത്. പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് DMK-യുമായി ഉള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നിൽ നിന്ന് DMK കുത്തി എന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളത് എന്ന് DMK വക്താവ് ശരവണൻ അണ്ണാദുരൈ ആരോപിക്കുന്നു. DMK-യുമായി സഖ്യമുള്ളതിനാലാണ് ഇത്തവണ കോൺഗ്രസിന് 5 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞതെന്നും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ സംയോജ്യരായി ഇരിക്കുമെന്നും ശരവണൻ തുറന്നടിച്ചു. വിജയുടെ പാർട്ടിക്ക് BJP-യുമായി രഹസ്യബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഒപ്പം വിജയിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിമർശിക്കാൻ വിജയ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും DMK ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് നമുക്കറിയാം DMK-യും കോൺഗ്രസുമായി ഉള്ളത്. വളരെ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ മാറ്റം ഇന്ത്യ മുന്നണിയെ പോലും ബാധിക്കത്തക്ക രീതിയിൽ വളരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചില പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ആകട്ടെ വിജയിയുമായി സഖ്യം ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊരു വാർത്ത, നടൻ വിജയ്യുടെ TVK സൃഷ്ടിച്ച അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ തമിഴകത്ത് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കരുത്തുള്ള BJPക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണിൽ ഇത്തവണ പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താനായില്ല.
കൈവശമുണ്ടായിരുന്ന സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. 2021 തെരഞ്ഞെടുപ്പിൽ AIDMK സഖ്യത്തിന്റെ ഭാഗമായി 20 സീറ്റുകളിൽ മത്സരിച്ച BJPക്ക് 4 മണ്ഡലങ്ങളിൽ ജയിക്കാൻ സാധിച്ചിരുന്നു. നൈനാർ നാഗേന്ദ്രൻ, വാനതി ശ്രീനിവാസൻ, MR ഗാന്ധി, C സരസ്വതി എന്നിവരൊക്കെയാണ് അന്ന് നിയമസഭയിലേക്ക് എത്തിയത്. എന്നാൽ 2026-ലെത്തുമ്പോൾ BJPയുടെ പ്രാതിനിധ്യം വെറും 1-ലേക്ക് ചുരുങ്ങുകയാണ്. ഊട്ടിയിലെ ഉദക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച M ഭോജരാജൻ മാത്രമാണ് നിയമസഭയിലെ ഏക BJP സാന്നിധ്യം. 976 വോട്ടുകൾക്ക് മാത്രം കഷ്ടിച്ചാണ് ഈ ഭോജരാജൻ കടന്നുകൂടിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ഇത്തവണ BJP ഈ ഒരു ചെറിയ മാറ്റം BJP ബന്ധപ്പെട്ട് സംഭവിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ രംഗത്തിലായിരുന്നു. അണ്ണാമലയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പൂർണ്ണമായി മാറ്റുന്ന പശ്ചാത്തലമുണ്ടായി. അത് വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയത്. അണ്ണാമലയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല, അത് ദേശീയ തലത്തിലുള്ള തീരുമാനമായിരുന്നു. ഒപ്പം പുതിയ നേതൃത്വമൊക്കെ വന്നതിന് ശേഷം നൈനാർ നാഗേന്ദ്രൻ എന്ന നേതാവ് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം കയ്പുനീരായി ഇത്തവണത്തെ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ വോട്ട് വിഹിതം ഏതാണ്ട് 2% വർദ്ധിച്ചു എന്നുള്ളത് മാത്രമാണ് അവർക്ക് ആശ്വാസമായുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തൃഷ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ മത്സരിച്ചേക്കാം എന്നുള്ളതാണ്. പെരുമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലുമാണ് വിജയ് ജനവിധി തേടിയത്. പെരുമ്പൂരിൽ വിജയ്ക്ക് 53,715 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ട്രിച്ചി ഈസ്റ്റിൽ 27,000 വോട്ടുകൾ ജനങ്ങൾ വിജയ്ക്ക് ഭൂരിപക്ഷം നൽകി. ഇതോടെ ട്രിച്ചി വിജയ് ഉപേക്ഷിക്കും എന്നും അവിടെ തൃഷ മത്സരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയിയുടെ കൂടെ എപ്പോഴും ഇപ്പോൾ ഉള്ള തൃഷയ്ക്ക് ആ സീറ്റ് നൽകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പക്ഷേ TVക്ക് ഔദ്യോഗികമായി ഈ വിഷയം സ്ഥിരീകരിച്ചിട്ടില്ല. നേരത്തെ നമുക്കറിയാം, വിജയ് വലിയ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ വീട്ടിലെത്തി ആശംസ നേർന്ന ഒരാൾ കൂടിയാണ് തൃഷ. നേരത്തെ 10 വർഷം മുൻപ് തൃഷയുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് തൃഷ പറഞ്ഞത്. സ്വാഭാവികമായും ഇത്തരം വാക്കുകളൊക്കെ ചേർത്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റും പ്രചരണമുള്ളത്. അതനുസരിച്ച് ഒരുപക്ഷെ തൃഷ വിജയ് ഒഴിയുന്ന സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. മറ്റൊരു വാർത്ത, വിജയുടെ വിജയം ഇങ്ങനെ തമിഴ്നാട് ആഘോഷിക്കുമ്പോൾ ഇതിനെതിരെ നടൻ പ്രകാശ് രാജ് രംഗത്ത് വരികയാണ്. മിക്ക നടന്മാരും സിനിമാ മേഖലയുമൊക്കെ വിജയെ അഭിനന്ദിക്കുമ്പോഴാണ് വിജയ്ക്കൊപ്പം ഏറ്റവും ഒടുവിൽ സിനിമയായ നായകനിൽ പോലും അഭിനയിച്ച പ്രകാശ് രാജ് പറയുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്ന്. ഒപ്പം കാമരാജ് പോലും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിജയ് പറയുന്നത്. വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നല്ല രീതിയിൽ പ്രകാശ് രാജ് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ കഴിയട്ടെ എന്ന് പറയുമ്പോൾ അപ്പോഴും ജനങ്ങൾക്ക് രാഷ്ട്രീയ അവബോധം ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രകാശ് രാജ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കുന്നവർക്ക് എപ്പോഴും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നും അത് തുടരുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിനെതിരെ പ്രകാശ് രാജിനെതിരെ വലിയ വിമർശനം തമിഴ്നാട്ടിൽ നിന്നും ഉയരുന്നുണ്ട്. കർണാടകയിൽ താമസിക്കുന്ന തമിഴിനല്ലാത്ത നിങ്ങൾ എന്തിനാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജനനായകനിൽ വിജയ്ക്ക് ഒപ്പം അഭിനയിച്ച ആൾ കൂടിയാണ് പ്രകാശ് രാജ്. പക്ഷേ അദ്ദേഹം വിജയ് വിരുദ്ധ നിലപാട് തമിഴ്നാട്ടിൽ സ്വീകരിക്കുകയാണ്. മറ്റൊരു വാർത്ത, വിജയ് ചരിത്രം കുറിക്കുമ്പോൾ ചർച്ചകളിൽ ഒരു പ്രശസ്ത ജ്യോതിഷിയും നിറയുകയാണ്. വിജയുടെ വിജയം നേരത്തെ പ്രവചിച്ച ജ്യോതിഷിയും സംഖ്യാശാസ്ത്രജ്ഞനുമായ രാധൻ പണ്ഡിറ്റാണ് ഇത്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികാരായ DMKയും AIDMKയും ഒക്കെ ഇങ്ങനെ അവിടെ തമിഴ്നാട്ടിൽ വിലസുമ്പോൾ വിജയ് നേടിയ വിജയം അത് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 പതിറ്റാണ്ടിലേറെയായി ജ്യോതിഷ രംഗത്ത് സജീവമായ രാധൻ പണ്ഡിറ്റ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ബിസിനസ് പ്രമുഖരുടെ വിശ്വസ്തൻ കൂടിയാണ്. വിശ്വസ്തൻ മാത്രമല്ല, ആത്മീയ ഉപദേശകനുമാണ്. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ അടുത്ത അനുയായിയും അവരുടെ തീരുമാനങ്ങളിൽ ഉപദേശം നൽകിയിരുന്ന വ്യക്തിയുമായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നേരത്തെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സുനാമി ആകും എന്നാണ് വിജയിയുടെ ജന്മനക്ഷത്രവും ജാതകവും ഒക്കെ പരിശോധിച്ച് രാധൻ പണ്ഡിറ്റ് പറഞ്ഞത്. ഇത് വിജയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. വിജയ് രാധൻ പണ്ഡിറ്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. രാധൻ പണ്ഡിറ്റ് വിജയുടെ വീട്ടിൽ പലപ്പോഴും വിസിറ്റ് ചെയ്യാറുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാധൻ പണ്ഡിറ്റും വിജയുടെ വിജയത്തിനൊപ്പം തമിഴ്നാട്ടിൽ വലിയ താരമായി മാറുന്ന പശ്ചാത്തലവും ഉണ്ട്. മറ്റൊരു വിവരം വരുന്നത്,
പശ്ചിമ ബംഗാളിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി താൻ രാജിവെക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. BJP ജനവിധി കവർന്നെടുക്കുകയായിരുന്നുവെന്നും തൻ്റെ പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായാണ്, ഞാൻ രാജിവെക്കാനായി രാജ്ഭവനിലേക്ക് പോകില്ല, രാജി സമർപ്പിക്കില്ല, പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ആക്രമിക്കപ്പെട്ടു, സ്ത്രീ എന്ന നിലയിൽ വലിയ മോശം പെരുമാറ്റമുണ്ടായി, വയറ്റിലും മുതുകിലും ചവിട്ടി എന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മമത ഉന്നയിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിലെ രീതി അനുസരിച്ച് നാളെ വരെയാണ് ബംഗാൾ സർക്കാരിന് കാലാവധി ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. കാലാവധി കഴിഞ്ഞാൽ സ്വാഭാവികമായും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും മറ്റും ചെയ്യും. അപ്പോൾ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ BJPക്ക് സാധിക്കും. പക്ഷേ മുഖ്യമന്ത്രി രാജിവെച്ചില്ല എങ്കിൽ എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ ഭരണഘടനയിൽ വ്യക്തമായ ഒരു വ്യക്തമായി ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നതും പ്രധാനമാണ്. ഏതായാലും തമിഴ്നാട്ടിൽ ബംഗാളിൽ ദീദിയുടെ നാടകം തുടരുകയാണ്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ചരിത്ര വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ചരിത്രപരവും നിർണായകവുമായ ഫലമാണെന്നും ഇന്ത്യക്ക് മോദിയെപ്പോലെ ഒരു നേതാവിനെ കിട്ടിയത് ഭാഗ്യമാണെന്നും ട്രംപ് പറയുകയാണ്. BJP ആദ്യമായി ബംഗാൾ നിയമസഭയിലേക്ക് വിജയിക്കുകയും മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഈ സന്ദേശം വന്നത്. കഴിഞ്ഞ മാസം ഫോൺ സംഭാഷണത്തിൽ ട്രംപ് പ്രധാനമന്ത്രി മോദിയോട് അദ്ദേഹത്തിനുള്ള തൻ്റെ മതിപ്പും ഇന്ത്യക്ക് അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ ലഭിച്ചതിനുള്ള ഭാഗ്യവും മറ്റും പങ്കുവച്ചിരുന്നു. ഒപ്പം ഇതുമായി കൂട്ടിച്ചേർത്ത് ഈ വിജയത്തിനാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് കുഷ് ദേശായി അറിയിച്ചത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ അസൻസോളിൽ വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ദുർഗാ ക്ഷേത്രം ഭക്തർക്കായി വീണ്ടും തുറന്നു. പ്രാദേശികമായ തർക്കങ്ങളും ഭരണപരമായ നിയന്ത്രണങ്ങളും ഒക്കെ തുടർന്ന് വർഷങ്ങളായി ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും സംഘർഷാവസ്ഥയുമൊക്കെയാണ് ക്ഷേത്രം ദീർഘകാലത്തോളം അടച്ചിടാൻ ഇടയാക്കിയത്. ഇതിനിടയിൽ പ്രാദേശിക ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു. നൂറുകണക്കിന് ഭക്തരും BJP പ്രവർത്തകരുമൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് ഇന്നലെ വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ തുറന്നത്. പശ്ചിമ ബർധമാൻ ജില്ലയിലെ 9 നിയമസഭാ സീറ്റുകളിലും BJP വിജയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ഈ വിജയത്തിന് ശേഷം BJPയുടെ വലിയ ആഘോഷം അവിടെ നടക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടായതിൻ്റെ പ്രതീകമായി കൂടിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം തുറന്നതിനെ അടക്കം ബംഗാളിലെ ജനങ്ങൾ കാണുന്നത് എന്നാണ് ബംഗാളിലെ നേതാക്കൾ പറയുന്നത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മനോജ് തിവാരി പാർട്ടി വിട്ടു. ബംഗാളിലെ കായിക വകുപ്പിൻ്റെ സഹമന്ത്രി കൂടിയായിരുന്നു TMCയിൽ പ്രവർത്തിച്ചിരുന്ന മനോജ് തിവാരി. കായിക മന്ത്രി അരൂപ് ബിശ്വാസിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇദ്ദേഹം രാജിവിട്ടത്. പാർട്ടി വിടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. BJP അധികാരം പിടിച്ചെടുത്ത് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായകമായ നീക്കം മനോജ് തിവാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സംസ്ഥാനത്തെ കായിക മേഖലയെ അരൂപ് ബിശ്വാസ് തകർത്തുവെന്നും മറ്റും തിവാരി ആരോപിക്കുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ തിരിച്ചടി ബംഗാളിൽ നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നേതാക്കൾ, മന്ത്രിമാരടക്കം പാർട്ടി വിടുന്ന ഒരു പശ്ചാത്തലം തൃണമൂൽ കോൺഗ്രസ് അനുഭവിക്കുന്നത്. BJP പശ്ചിമ ബംഗാളിലെ വിജയത്തിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP തങ്ങളുടെ മേധാവിത്വം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. 2014 കേന്ദ്ര ഭരണത്തിലെത്തുമ്പോൾ കേവലം 4 മുഖ്യമന്ത്രിമാർ മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അത് 2026 നോക്കുക, അതിൻ്റെ എണ്ണം കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളടക്കം 22 പ്രദേശങ്ങളിൽ NDA ഭരണം നടത്തുന്ന നിലയിലേക്ക് വളർന്നു. 2014 രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 34% ജനസംഖ്യയുടെ 1/4 മാത്രമാണ് BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്നത്. പക്ഷേ 2019 വരുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ സ്വാധീനം ഭൂവിസ്തൃതിയുടെ 74%ലേക്കും ജനസംഖ്യയുടെ 69%ലേക്കും വ്യാപിച്ചു. നിലവിൽ BJPക്ക് സ്വന്തമായി 17 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുണ്ട് എന്നുള്ളത് ചേർത്ത് വെക്കണം. ഹിന്ദി ഹൃദയഭൂമിയിലെ ഉത്തർപ്രദേശും ബീഹാറും കൂടാതെ ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും BJP ഭരണത്തിന് സമ്മതം മൂടി. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സഖ്യകക്ഷിയോടൊപ്പമാണ് BJP ഇപ്പോൾ ഭരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ സഖ്യം അടക്കം വലിയ തോതിലാണ് പ്രധാനമായും സംഭവിക്കുന്നത്. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ കേരളം, കർണാടകം, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ
തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് വേരില്ലാത്തത് അവർക്കൊരു വലിയ പ്രശ്നമാണ്. തമിഴ്നാട്ടിൽ വലിയ തരത്തിലുള്ള തകർച്ച അവർക്ക് ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലും തെലങ്കാനയിലും മറ്റും BJP സ്വാധീനം ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം BJPയുടെ ബംഗാളിലെ വിജയത്തിന് പിന്നാലെ ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ താമര വിരിഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. BJP ഇനി ലക്ഷ്യം വെക്കുന്നത് പഞ്ചാബാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത വർഷത്തോടുകൂടി പഞ്ചാബിൽ തെരഞ്ഞെടുപ്പൊക്കെ നടക്കും. അതിനുള്ള കരുനീക്കങ്ങളിലാണ് BJP. ഇടവേള. പോലും ഇത്ര കനത്ത തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല ഇടത് ക്യാമ്പുകൾ. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും അമ്പലപ്പുഴയിലെയും പരാജയമാണ് പാർട്ടിക്ക് വലിയ ആഘാതമായിരിക്കുന്നത്. LDFിലെ 7 ഘടകകക്ഷികൾക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിനെക്കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. ഇത് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യണം. VV അരുൺ, G ശ്രീജിത്ത്, ബൈജു കാസർഗോഡ് നിന്ന്, MS അനീഷ് കുമാർ, അനുമോദ്, ഒപ്പം ടോം കുര്യാക്കോസ്, ഡാനി പോൾ, ആജ്ഞ, നവമി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം നമുക്ക് VV അരുണിലേക്ക് തന്നെ പോകാം. അരുണ്, ചരിത്രപരമായ ഒരു ജയം. നേരത്തെ കഴിഞ്ഞ ദിവസം സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇത്രയധികം സീറ്റുകൾ നേടുന്നത് തൻ്റെ നേതൃത്വത്തിലാണ്. അത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പേര് സതീശൻ്റെ തന്നെയാണ്. ക്ലെയിം സതീശൻ. ഹോർമുസിന്റെ ഇരുവശത്തും കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കാനുള്ള US നടപടിയായ പ്രോജക്റ്റ് ഫ്രീഡം തൽക്കാലം നിർത്തിവെക്കുന്നതായി പ്രസിഡന്റ് ട്രംപ്. ഡീലാകാമെന്ന ഇറാന്റെ നിലപാടും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥനയും മാനിച്ചാണ് തീരുമാനമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പറഞ്ഞു. പാകിസ്ഥാൻ അടക്കം ചില രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചതിനാൽ പ്രോജക്റ്റ് ഫ്രീഡം ഹ്രസ്വകാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. ഇറാനെതിരായ US സൈനിക നടപടി ഗംഭീര വിജയമായിരുന്നു. ഇറാനുമായി സമ്പൂർണ്ണവും അന്തിമവുമായ ഡീലിലേക്ക് നീങ്ങുകയാണ് എന്ന് മറ്റുമാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എപ്പിക് ഫ്യൂറി ഇനി എക്കണോമിക് ഫ്യൂറി ആകും എന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനം അടക്കമാണ് അതിനുശേഷമാണ് US നിലപാട് ഇപ്പോൾ മാറുന്നത് എന്നുള്ളതാണ്. എപ്പിക് ഫ്യൂറി പോരാട്ടം അവസാനിച്ചുവെന്നും ഇനി എക്കണോമിക് ഫ്യൂറിയാണെന്നുമൊക്കെയാണ് മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടിരുന്നത്. നമ്മോടൊപ്പം VV വിനോദ് ചേരുന്നു. വിനോദ്, ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നേരത്തെ എത്തിയിരുന്നു. ഇപ്പോൾ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രമല്ല, എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഇപ്പോഴും പറയുന്നുമുണ്ട്. രഞ്ജിത്ത്, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്നതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഫെബ്രുവരിയിലാണ് ആദ്യത്തെ സൈനിക നടപടി ആരംഭിക്കുന്നത്. എപ്പിക് ഫ്യൂരി എന്ന പേരിലുള്ള സൈനിക നടപടി അവസാനിപ്പിക്കുന്നുവെന്ന് മാർക്ക് റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഹോർമൂസിലെ പ്രോജക്റ്റ് ഫ്രീഡം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്ന സൈനിക നടപടി, അത് കപ്പലുകൾ കടത്തിവിടാത്തതിനെ തുടർന്ന് ഇറാനുമായുള്ള സംഘർഷം തുടർന്നു പോകുന്നൊരു സാഹചര്യം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രോജക്റ്റ് ഫ്രീഡം പ്രഖ്യാപിച്ചത്. ഇങ്ങനെയുള്ള 2 സൈനിക നടപടികളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ആശാവഹമായ ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ UAEയിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഫുജേറയിൽ അഗ്നിബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം മൂർച്ഛിക്കും, അല്ലെങ്കിൽ അങ്ങനെ സംഘർഷം മറ്റൊരു തരത്തിലേക്ക് മാറുമെന്ന ഭീതിയും ആശങ്കയും ഒക്കെ നിലനിന്നിരുന്നൊരു സാഹചര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പതാക വീശിക്കൊണ്ടുള്ള അമേരിക്കയുടെ നടപടി ഉണ്ടാകുന്നത്. പക്ഷേ ഇറാൻ ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ്റെ 14 ആവശ്യങ്ങളുണ്ട്, അവർ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അനുകൂലമായൊരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ വെടിനിർത്തൽ തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം, അല്ലെങ്കിൽ ആ പദ്ധതികൾ, അങ്ങനെ നേരത്തെ അവർ ലക്ഷ്യം വെച്ച പദ്ധതികൾ അവസാനിപ്പിക്കുന്നു, ആ നീക്കം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം വരുന്നു. ട്രംപിൻ്റെ കൂടി പ്രഖ്യാപനമുണ്ട് ഇക്കാര്യത്തിൽ. അതൊരു എക്കണോമിക് ഫ്രീഡം എന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്. അതായത് ഹോർമൂസിലെ തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല, പക്ഷേ അവിടെ ഇനി ഒരു സൈനിക നടപടി ഉണ്ടാകില്ല എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 600ഓളം
കപ്പലുകളുണ്ട്, വിവിധ രാജ്യങ്ങളുടെ കപ്പലുകളുണ്ട്. ഈ കപ്പലുകളെ മോചിപ്പിക്കുക, തുടർന്നും അവിടെ നിന്ന് ഇന്ധനവുമായി കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക, അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നു. ഇറാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഹിസ്ബുള്ളയ്ക്കും അതോടൊപ്പം തന്നെ ഹൂതികൾക്കുമൊക്കെ വലിയ തോതിൽ ഇറാൻ സഹായം ചെയ്യുന്നു എന്ന പേരിൽ ഇസ്രായേലിൻ്റെ ആവശ്യത്തോടു കൂടി അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നത്. ഇസ്രായേൽ അമേരിക്കൻ സഖ്യസേന ഇറാനിലേക്ക് തുടരെ ആക്രമണം നടത്തുന്നു, ലെബനനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും. അതാണ് അതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്. വിനോദ് തുടരുന്നുണ്ട്. US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി എന്നുള്ള വിവരം കൂടി വരുന്നു. US-ന്റെ പറക്കും ഗ്യാസ് ടാങ്കറായ ബോയിങ് KC-135 വിമാനമാണ് കാണാതായത്. ഖത്തറിന് മുകളിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടമായത്. കാണാതാകുന്നതിന് തൊട്ട് മുൻപ് അപായ സൂചനയായ 7700 ട്രാൻസ്പോണ്ടർ സിഗ്നൽ വിമാനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരുന്നതായും വിമാന നിരീക്ഷണ വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ പറയുന്നു. എഞ്ചിൻ തകരാർ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ പൊതുവായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം സിഗ്നലുകൾ വരുന്നത്. UAE-യിലെ അൽ ദഫ്ര വ്യോമത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് വിമാനമെന്നാണ് മനസ്സിലാകുന്നത്. ലാൻഡിങ്ങിന് ഒരുങ്ങുന്നതിന് ഏതാനും മിനിറ്റ് സമയം വിമാനം വട്ടമിട്ട് പറന്നതായും പിന്നീട് ഫ്ലൈറ്റ് ട്രാക്കിങ്ങിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായതായും മനസ്സിലാകുന്നുണ്ട്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായതായി ഇറാനോ US-ഓ ഒന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സാങ്കേതിക തകരാറാകാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. പക്ഷേ ഇറാൻ്റെ സമീപ പ്രദേശത്ത് വെച്ചാണ് വിമാനം അപായ സൂചന നൽകിയതെന്ന വിവരങ്ങൾ കൂടിയുണ്ട്. അത് ആശങ്കാജനകമാണല്ലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. രഞ്ജിത്ത്, ഇന്നലെ രണ്ടാമത് തവണ UAE-ലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് വിമാനം കാണാതായത്. പക്ഷേ വിമാനം ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണത്തിൽ അത് തകർന്നോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. US സെൻട്രൽ കമാൻഡിൻ്റെയോ അല്ലെങ്കിൽ പെൻറ്റഗണിൻ്റെയോ ഒക്കെ തന്നെ അറിയിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ആശങ്ക അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ സൈനിക നടപടി ഇനി തുടർന്ന് മുന്നോട്ട് പോകില്ല എന്ന അമേരിക്കയുടെ അറിയിപ്പ് വരുന്നത്. അതേസമയം ഈ ബോയിങ് 135 വിമാനം, ഇന്ധനം നിറയ്ക്കുന്ന പടുകൂറ്റൻ വിമാനമാണ്. ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന സംശയം നിലനിൽക്കുന്നു, ആശങ്ക നിലനിൽക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വ്യക്തമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അജ്ഞാതമായി തുടരുകയാണ്. ഇറാൻ്റെ ആക്രമണത്തിൽ വിമാനത്തിന് തകരാർ സംഭവിച്ചോ, തകർന്നു വീണോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ വ്യക്തതയില്ല. 2 പ്രാവശ്യമാണ് UAE-യിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആദ്യത്തെ ആക്രമണത്തിലാണ് ഫുജൈറയിൽ അഗ്നിബാധയുണ്ടായത്. അതിനുശേഷം ഇന്നലെ വീണ്ടും അവിടേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ വിമാനം നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. വിമാനം ഇപ്പോൾ തുടരുന്നുണ്ടോ, ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ടോ, മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോ, അല്ലെങ്കിൽ തകർന്നു വീണോ എന്നത് സംബന്ധിച്ചൊന്നും തന്നെ ഇതുവരെ ഔദ്യോഗികമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. രഞ്ജിത്ത്, അതാണ് പ്രധാനം. ഏതായാലും വിമാനം തകർന്നു വീണത് സംബന്ധിച്ച് വിവരങ്ങളൊന്നുമില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ അത് ആശങ്കാജനകമായ സാഹചര്യമാണ്. അതൊരു പക്ഷേ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ തന്നെ മാറ്റിയേക്കാം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഖത്തറിലെ അൽ ഉദൈദ്. മേഖലയിലെ വ്യോമ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിമാനമാണ് കാണാതായിരിക്കുന്നത്. സംഭവത്തിൽ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. മറ്റൊന്ന്, UAE-ക്ക് നേരെ വ്യോമാക്രമണം നടത്തിയെന്ന ആരോപണം ഇറാൻ പൂർണ്ണമായും തള്ളുകയാണ്. അടുത്ത ദിവസങ്ങളിലൊന്നും UAE-യെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ നടത്തിയിട്ടില്ല എന്ന് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫ്കാരി പറഞ്ഞു. നേരത്തെ ഇറാനിൽ നിന്ന് വ്യോമാക്രമണം ഉണ്ടായതായി UAE സ്ഥിരീകരിച്ചിരുന്നു. മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ UAE-യിലെ ഫോണുകളിൽ ലഭിക്കുകയും മറ്റും ചെയ്തു. പ്രതിരോധ സേന വ്യോമാക്രമണം ചെറുക്കുകയാണ് എന്നും മറ്റും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ വലിയ ആശങ്കയും അപലപിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഇറാൻ അറിയിക്കുന്നത്. അതേസമയം UAE-ക്ക് നേരെയുള്ളായ വഞ്ചനാപരമായ നീക്കമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്നാണിപ്പോൾ ഗൾഫ് അറബ് രാജ്യങ്ങൾ പറയുന്നത്. അന്താരാഷ്ട്ര സമൂഹം പ്രകടിപ്പിച്ച ഐക്യദാർഢ്യത്തെ UAE വിലമതിക്കുന്നതായും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഹാഷ് വ്യക്തമാക്കി. വഞ്ചനാപരമായ ഇത്തരം പ്രവർത്തികളെ ലോകം തള്ളിക്കളയുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പിന്തുണയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
അറേബ്യൻ ഗൾഫിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നതിൽ ഇറാനാണ് പ്രധാന ഉത്തരവാദിയെന്നും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇറാൻ ഭീഷണിയാണെന്നും അദ്ദേഹം പറയുകയാണ്. നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്ന ഇറാനെ അടക്കമുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നതും വളരെ പ്രധാനമാണ്. നമുക്കറിയാം, നേരത്തെ ആശങ്കാജനകമായ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതിനെതിരെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ, ജർമ്മനി, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ UAEക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനോടുള്ള ഔദ്യോഗിക പ്രതികരണമായാണ് ഗർഗാഷിന്റെ ഈ പ്രസ്താവന. ട്രംപിന്റെ ഈ വെടിനിർത്തൽ, ഈ ആക്രമണം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ US ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞു. ബാരലിന് 2.28% ഇടിഞ്ഞ് $99.4 എത്തുകയാണ്. ബ്രന്റ് വില 3.99% താഴ്ന്ന് $109.9 എണ്ണവില ഇടിഞ്ഞതോടെ രാജ്യാന്തര സ്വർണ്ണവില അടക്കം മുന്നേറി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വില ഉയരാനുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. AI സാങ്കേതിക വിദ്യ മാനവരാശിക്ക് നാശമുണ്ടാക്കുന്ന സർവനാശത്തിന് ഇടയാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇപ്പോൾ സ്പേസ് എക്സിൻ്റെയും ടെസ്ലയുടെയും XAI എന്നിവയുടെ മേധാവികളായ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് രംഗത്ത് വരികയാണ്. സാം ഓൾട്ട്മാൻ്റെ ഓപ്പൺ AIക്കെതിരായ കേസിൽ കോടതിയിൽ മൊഴി നൽകുമ്പോഴാണ് മസ്ക് ഇക്കാര്യം പറഞ്ഞത്. അതുമാത്രമല്ല, AI കമ്പനി മേധാവികളായ പലരും നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയെ നശിപ്പിക്കാം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിലേറ്റവും നിർണായകമായ ഒരു കാര്യം, അമേരിക്ക നേരത്തെ നമുക്കറിയാം ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞത് AIക്കെതിരായ നയങ്ങളായിരിക്കില്ല തൻ്റേത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നതോടുകൂടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ AIയുമായി ബന്ധപ്പെട്ട ഉപയോഗത്തിന് നിയമനിർമ്മാണം കൊണ്ടുവരികയാണ്. അതായത് ഈ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യാനിടയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ നിരീക്ഷണം സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഒരു പുതിയ AI സാങ്കേതിക വിദ്യ ഒരു രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുൻപ് അതിന് കൃത്യമായി പരിശോധിച്ച് സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത്തരം സംഗതികളിലേക്ക് കടക്കാവൂ എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതനുസരിച്ചുള്ള നിയമം അവർ കൊണ്ടുവരികയാണ്. അങ്ങനെ ലോകമെമ്പാടും AI സാങ്കേതിക വിദ്യ ഇങ്ങനെ വളർന്നു പടരുമ്പോൾ അത് മനുഷ്യരാശിക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് നിർണായകമാണ്. ലോകമെങ്ങും ആശങ്ക വരുത്തിയത് ഈ US കമ്പനിയാണ്. ഒരു ആന്ത്രോപിക്, ഈ സൈബർ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തുന്നതിൽ അസാമാന്യ കഴിവുള്ള ക്ലൗഡ് മിത്തോസ് AI ടൂളാണ് ഇത്തരത്തിൽ ആശങ്ക പരത്തിയത്. ക്ലൗഡ് മിത്തോസ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യയും USഉം UKയും കാനഡയും ജപ്പാനും ഇതുമായി ബന്ധപ്പെട്ട് ചില യോഗങ്ങൾ വിളിച്ചു ചേർത്ത് സുരക്ഷാ സ്ഥിതികൾ വിലയിരുത്തിയിരുന്നു. തൽക്കാലത്തേക്ക് ഈ ക്ലൗഡ് മിത്തോസ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് ഒരു പുതിയ സാഹചര്യമാണ് ഈ മേഖലയിൽ. വിനോദ്, ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്, പക്ഷേ പഠനം നടത്തേണ്ടതുണ്ട്. AI ആവശ്യവുമാണ്. ഇപ്പോൾ എന്താണ് ലോകരാജ്യങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞത് സ്വതന്ത്രമായ AI സംവിധാനം ഉപയോഗിക്കുന്നതിന് അവസരമൊരുക്കുമെന്നതാണ്. ജോ ബൈഡൻ്റെ കാലത്ത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ എടുത്തു കളഞ്ഞുകൊണ്ടാണ് ട്രംപ് തൻ്റെ ഭരണകാലത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ ഇപ്പോൾ ട്രംപ് തന്നെ ഭയപ്പെടുന്നു AI സർവനാശം വരുത്തുമെന്ന്. കാരണം ഇത് സാധാരണ ഒരു വ്യക്തിയല്ല പറഞ്ഞിരിക്കുന്നത്. ശതകോടീശ്വരൻ ഇലോൺ മസ്ക് തന്നെ പറഞ്ഞിരിക്കുന്നു AI സർവനാശത്തിലേക്ക് വഴിതെളിക്കുമെന്ന കാര്യം. അദ്ദേഹം അത് കോടതിയിൽ അങ്ങനെ ഒരു കേസിൻ്റെ ഭാഗമായി പറയുമ്പോൾ ലോകത്ത് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖല അടക്കമുള്ള കാര്യങ്ങളിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ, കാനഡ, US, UK, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനകം തന്നെ നടത്തിയിരുന്നു. ഈ AI സാങ്കേതികവിദ്യ നിയന്ത്രിക്കണമെന്ന ആവശ്യം പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. രഞ്ജിത്ത്, നമ്മൾ തമാശ രൂപേണെങ്കിലും പറയും, നമ്മുടെ നാട്ടിൽ ആദ്യം കമ്പ്യൂട്ടർ വരുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ പാർട്ടികൾ തന്നെ അത്തരം സാങ്കേതിക വിദ്യയൊക്കെ ആശ്രയിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇവിടെ അതല്ല സാഹചര്യം. കമ്പ്യൂട്ടറിനെ എതിർത്തതുപോലെയല്ല, അതിനപ്പുറത്തേക്ക് AIയെ എതിർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് വളരെ വ്യക്തവുമാണ്. കാരണം അമേരിക്കയിലെ ഫെഡറൽ ഏജൻസികളും പെൻറ്റഗനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലോഡ് മിത്തോസ് എന്ന ഓപ്പൺ AIയുടെ സാങ്കേതിക വിദ്യയാണ്. പക്ഷേ അവർക്ക് തന്നെ ഇതിൽ ആശങ്കയുണ്ട്. സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് പോകും. പ്രത്യേകിച്ച് 40ഓളം ടെക് കമ്പനികൾ, ബഹുരാഷ്ട്ര ടെക് കമ്പനികളും മറ്റ് സംവിധാനങ്ങളും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമൊക്കെ തന്നെയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ ചോർച്ചയുണ്ട്. പ്രത്യേകിച്ച് ഓപ്പൺ AIയും ആന്ത്രോപിക് ഇവർ തമ്മിലുള്ള കിടമത്സരം വലിയ തോതിൽ വളരുകയാണ്. ആന്ത്രോപിക് വലിയ തോതിൽ ഇങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള സംഗതികൾ പുറത്തേക്ക് ഇറക്കുന്നു, അല്ലെങ്കിൽ
അത് ജനങ്ങളുടെ കയ്യിൽ നിർബാധം എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ കിടമത്സരത്തിൽ ലോകത്തിന് വലിയ നാശനഷ്ടമുണ്ടാകുമെന്ന ആശങ്ക ഉടലെടുത്തിരിക്കുന്നു. തീർച്ചയായും വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ നിയമനിർമ്മാണത്തിന് അതിനുള്ള തുടക്കം അമേരിക്കയിലാണ്. അമേരിക്ക നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നു AI ഉപയോഗവുമായി ബന്ധപ്പെട്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ്. ഏതായാലും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട് കോൺഗ്രസിന്. 3 നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട ക്ലെയിം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ആശയക്കുഴപ്പം നിൽക്കെ VD സതീശനെ സന്ദർശിച്ച നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും പറവൂരിലെ വസതിയിലാണ് സതീശൻ ഇപ്പോഴുമുള്ളത്. MLA-മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവർ രാവിലെ തന്നെ എത്തി. സതീശനെ തഴഞ്ഞാൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. നവമി ചേരും. നവമി, സതീശനെ ഇന്നലെ വലിയ സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. ഇപ്പോൾ നേതാക്കളും പ്രവർത്തകരും ഒക്കെ അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. സതീശനല്ലാതെ മറ്റാര് എന്ന ചോദ്യമാണോ ഉയരുന്നത്? അതുതന്നെയാണ് രഞ്ജിത്ത്. രാവിലെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വലിയ തിരക്കായിരുന്നു. അദ്ദേഹത്തിന് അഭിനന്ദനം നൽകുവാനും അതോടൊപ്പം അറിയിക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കാനും ഒക്കെ വലിയ ജനത്തിരക്ക് തന്നെയായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും അവർ ഓരോരുത്തരായിട്ട് പോയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചില സ്വകാര്യ പരിപാടികൾ, ചില കൂടിക്കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് പോകും, പറവൂരിലെ ഓഫീസിലേക്ക് പോകും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലാണുള്ളത്. പറവൂരിലെ ഓഫീസിലേക്ക് പോകും. അതിനുശേഷം വൈകിട്ട് 4:30ക്കാണ് അദ്ദേഹത്തിന് പ്രവർത്തകരുടെ ഒരു സ്വീകരണം ഒരുക്കുന്നുണ്ട് പറവൂരിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പിന്തുണ തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രവർത്തകരും ഇവിടെ നിന്ന് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ പ്രവർത്തകരോടുകൂടി ഒന്ന് ചോദിക്കാം. രാവിലെയൊക്കെ അവർ വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു. ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. പിന്തുണ അത് ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരികയാണ്. എന്താണ് അദ്ദേഹമാണ് ഈ കോൺഗ്രസിൻ്റെ UDFൻ്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ UDFൻ്റെ ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ്. തീർച്ചയായും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ പിന്തുണ അത് തന്നെയാണ്. സാർ വരുമെന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. എന്തായാലും VD സതീശന് തന്നെയാണ് ഒറ്റ വാക്ക് അത്രേ ഉള്ളൂ. VD സതീശൻ എന്തായാലും ഒറ്റ വാക്ക് VD സതീശൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളവർ പറയുന്നത്. ഇന്നലെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങിയപ്പോൾ CM VD എന്നുള്ളൊരു ആർപ്പ് വിളികളും മുദ്രാവാക്യങ്ങളുമാണ് എങ്ങും മുഴങ്ങിക്കെട്ടത്. വലിയ ജനസാഗരം തന്നെയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത്. വന്ദേ ഭാരതിൽ വന്നിറങ്ങിയ അദ്ദേഹത്തെ തോളിലേറ്റിയാണ് പ്രവർത്തകർ കാറിലേക്ക് കേൾക്കുന്നത്. CM VD എന്ന ആർപ്പ് വിളികളാണ്. എന്തായാലും ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ. അതിനു വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തി തുടങ്ങിയത്. മറ്റൊരു കാര്യം, അല്പസമയം മുമ്പാണ് TJ വിനോദ്, എറണാകുളം MLA ആയിട്ടുള്ള TJ വിനോദും തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള ദീപക് ജോയും ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിൽ TJ വിനോദ് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ദീപക് ജോയ് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് എറണാകുളത്തുള്ള എല്ലാ നേതാക്കളെയും കാണണം, അതിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനമാണ്. ഇനി VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണയാണോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകാതെയാണ് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഓരോ നേതാക്കളായിട്ട് അദ്ദേഹത്തെ പിന്തുണ അറിയിക്കാൻ എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തുള്ള 10 മണിയോടുകൂടി ഇദ്ദേഹം വലിയ പ്രവാഹമാണ്. നവമിയാണ് അവിടെ ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. പാർട്ടി കോട്ടകൾ പോലും കൈവിട്ട ഗുരുതര സാഹചര്യം CPM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യും. MA ബേബി അടക്കമുള്ളവർ പങ്കെടുക്കും. അതിനിടയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. BJP വിജയിച്ച 3 മണ്ഡലങ്ങളിലും LDF രണ്ടാമതെത്തിയെങ്കിലും ഈ മണ്ഡലങ്ങളിലെല്ലാം UDF 3ാം സ്ഥാനത്തായിരുന്നുവെന്ന് ഉള്ള കണക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ 3 മണ്ഡലങ്ങളിലും LDFന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നത് ഓർക്കണം. അത് മാത്രമല്ല, ഇവിടെ CPMന്റെ LDFന്റെ വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവും സംഭവിച്ചു. 3ാം സ്ഥാനത്താണെങ്കിലും നേമത്ത് മാത്രമാണ് UDFന് വോട്ട് കുറഞ്ഞത്. മറ്റ് 2 ഇടങ്ങളിലും UDFന് വോട്ട് വർദ്ധിക്കുകയും ചെയ്തു.
നമുക്ക് കണക്കൂട്ടത്തേക്കൊന്ന് പോയാൽ, ക്ഷമിക്കണം, നേമത്തേക്ക് ആദ്യം ഒന്ന് പോയാൽ 2021 നേമത്ത് LDFന് 55,837 വോട്ടുകൾ ഉള്ളപ്പോൾ 2026 അത് 52,214 വോട്ടുകൾ, 3,623 വോട്ടുകളുടെ കുറവ് അവിടെ സംഭവിക്കുന്നത് ഏറെ നിർണായകമായ ഒരു കാര്യമായി. ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. മറ്റൊരു മണ്ഡലമായ കഴക്കൂട്ടത്തിൽ 2021 63,690 വോട്ടുകൾ ഉള്ളപ്പോൾ 2026 അത് 46,136 വോട്ടുകളായി കുറഞ്ഞു. അതായത് 17,554 വോട്ടുകളുടെ കുറവ് അവിടെ സംഭവിച്ചു എന്നുള്ളതും പ്രധാനമാണ്. വലിയ അടിയുണ്ടായത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. മറ്റൊരു മണ്ഡലമായ ചാത്തന്നൂരിൽ ഗണ്യമായ വോട്ട് ചോർച്ച ഉണ്ടായി. അത് 2021 59,296 വോട്ടുകൾ LDFന് കിട്ടിയപ്പോൾ ഇത്തവണ അത് സംഭവിച്ചത് 47,525 അതായത് 11,771 വോട്ടുകൾ LDFന് CPIക്ക് പോയപ്പോൾ അവിടെ BJP ജയിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതായത് LDF വോട്ടുകൾ BJPയിലേക്ക് പോയതാണ് ഈ 3 മണ്ഡലങ്ങളിലും BJPയുടെ വിജയത്തിന് പിന്നിൽ എന്ന് നമുക്ക് ഈ പരിശോധനയിൽ വ്യക്തമാണ്. മഞ്ചേശ്വരത്തും കാസർകോട്ടും BJPക്കുണ്ടായ കനത്ത തോൽവിക്ക് കാരണം CPM വോട്ടുകൾ ചോർന്നതോ? 2021 അപേക്ഷിച്ച് മഞ്ചേശ്വരത്ത് ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ CPM സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞു. 2021 CPM 40,639 വോട്ടുകൾ നേടിയപ്പോൾ 2026 അത് 21,210 കുറഞ്ഞു. കെ സുരേന്ദ്രൻ തോറ്റതാകട്ടെ 29,252 വോട്ടുകൾ. ആ കുറഞ്ഞ വോട്ടുകൾ കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക്, ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്നത് വ്യക്തം. അതുമാത്രമല്ല, BJP വോട്ടുകളിൽ വർധനവുണ്ടായി. ലീഗ് CPM കൂട്ടുകെട്ട് എന്ന് ഇതിനെ ആരോപിക്കുന്നുണ്ട് BJPയുടെ ജില്ലാ അധ്യക്ഷ. ജില്ലയുടെ പാർട്ടിയുടെ വോട്ട് ശതമാനം ഉയർത്തിയെങ്കിൽ പോലും ന്യൂനപക്ഷ ഏകീകരണം, മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം തോൽവി കാരണമായി എന്ന് L. അശ്വിനി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്തും കാസർഗോട്ടും വലിയ വിജയപ്രതീക്ഷയായിരുന്നു BJPക്കെങ്കിൽ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ മൊത്തത്തിൽ BJPക്ക് വോട്ട് ശതമാനം കൂട്ടാൻ സാധിച്ചു. എന്തായാലും നമ്മോടൊപ്പം ജില്ലാ അധ്യക്ഷ തന്നെ ചേരുന്നു, ML അശ്വിനി ചേരുന്നു. കാസർഗോഡ് സ്ഥാനാർത്ഥി കൂടിയാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മുസ്ലിം കൺസോളിഡേഷനാണ് നടന്നിട്ടുള്ളത്. BJPനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് 2 മുന്നണികൾ ഒന്നായിട്ടാണ് പ്രവർത്തിച്ചത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരവർ വോട്ട് പിടിച്ച് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ BJPയോടെ ജയിക്കും. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് 2 കക്ഷികൾ ഒരു സൈഡിൽ നിന്നത് നമുക്ക് നമ്മളെ വോട്ട് മാത്രമാണ്. നമുക്ക് BJPയുടെ വോട്ട് നന്നായിട്ട് 2 മണ്ഡലത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല, നമ്മളെ പരാജയപ്പെടുത്തതാണ് ഇവർ. BJPക്ക് മഞ്ചേശ്വരത്തും കാസർഗോഡും വോട്ട് കൂടിയിട്ടുണ്ടെന്നാണ്? തീർച്ചയായിട്ടും. ബിക്കോസ് നമുക്ക് SIR നമുക്ക് ബാധിച്ചതാണ്. ബിക്കോസ് നമുക്ക് ഇവിടെ ഡെവലപ്മെൻറ്റ് ഇല്ലാണ്ട് നമ്മളെ കാസർഗോഡ് ജില്ല, അത് പ്രത്യേകിച്ചിട്ട് മഞ്ചേശ്വരം പിന്നെ കാസർഗോഡ് അസംബ്ലിയിൽ നിന്ന് നമ്മളെ ആൾക്കാർ മൈഗ്രേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ജോലിക്ക്, അതേപോലെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ SIR ഫോം പോലും അവർ തിരിച്ച് കൊടുത്തിട്ടില്ല, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വോട്ടാണ്, BJPയുടെ വോട്ടാണ് SIRൽ കട്ടായിട്ട് പോയത്. അപ്പോൾ ലാസ്റ്റ് ടൈമിൻ്റെ കാളും ഇപ്പോൾ മഞ്ചേശ്വരത്ത് നമുക്കൊരു ലാസ്റ്റ് 65 ഉണ്ടായെങ്കിൽ അതിൽ നമുക്കൊരു 7-8,000 നമ്മളെ വോട്ട് പോയി. അതേപോലെ കാസർഗോഡിലും പോലും നമുക്ക് ലാസ്റ്റ് ടൈം 50,000 വോട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഈ SIRൽ നമുക്കൊരു 9,000 to 10,000 വോട്ട് നമ്മൾ കട്ടായിട്ട് പോയി. അപ്പോൾ ഇത് ഡിഫറൻസ് ഉണ്ടല്ലേ. നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു 10,000 വോട്ടും കൂടി 10-13,000 വോട്ട് ഇവിടെ പോയി വന്നു നമുക്ക്. അതേപോലെ മഞ്ചേശ്വരത്തും 7,000 പോയെങ്കിലും പിന്നെ അധികം 3,000 കൂടി പിടിക്കാൻ പറ്റി. അപ്പോൾ അതാണ് വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ ആരോപണങ്ങൾക്ക്. കാരണം നമുക്കറിയാം 2021 അല്ലെങ്കിൽ 2015 കാര്യമായ വോട്ട് കുറവ് CPMന് സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്ന നിലയിൽ അവിടെ CPM പ്രവർത്തിച്ചു എന്ന് വേണം കാണാൻ. അതിനവർ കൂട്ടുപിടിച്ചത് ലീഗിനെയാണ്, ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. വോട്ടുകൾ അങ്ങോട്ടേക്ക് മറിയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒപ്പം മുസ്ലിം വോട്ടുകളുടെ ഒരു കനത്ത പോളിംഗ്, ന്യൂനപക്ഷ വോട്ടുകളുടെ കനത്ത പോളിംഗ് അവിടെ സംഭവിക്കുന്നു. ഈ 2 ഫാക്ടറും പ്രധാനം ഈ CPMൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ലീഗ് പ്രേമമാണ്. അത് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ അശ്വിനിയും ഒപ്പം സുരേന്ദ്രനും നടത്തുന്നത്. അതെ രഞ്ജിത്തെ, ഈ LDFന്റെ കണക്കുകളിലേക്ക് വന്നാൽ വലിയ കുറവ്, ഞെട്ടിപ്പിക്കുന്ന കുറവാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ
40,639 വോട്ടുകളാണ് കഴിഞ്ഞ തവണ പിടിച്ചിരുന്നെങ്കിൽ ഇത്തവണ 21,212 വോട്ട് മാത്രമാണ് KR ജയാനന്ദക്ക് നേടാൻ സാധിച്ചത്. അതായത് 19,427 വോട്ടിന്റെ കുറവ് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രമുണ്ടായി. മാത്രമല്ല ഈ KR ജയാനന്ദയുടെ സ്വന്തം ബൂത്തിൽ പോലും 92 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. ഇത് BJP തോൽപ്പിക്കുക എന്ന പഴയ ആ ഒരു ആരോപണം അത് ശരിവെക്കുന്നതാണ് ഈ ഒരു കണക്ക്. പക്ഷെ അതോടൊപ്പം ഇത് മാത്രമല്ല ഈ NDAയുടെ പരാജയത്തിന് കാരണം SIR-ഉം ഒരു പ്രധാന ഘടകമായി. അത് ജില്ലാ അധ്യക്ഷ പറയുന്നത് പോലെ തന്നെ SIR-ൽ വലിയ തോതിലുള്ള വോട്ട് കുറയുന്ന സാഹചര്യം BJPക്ക് ഉണ്ടായി. അഥവാ ഈ വോട്ടുകൾ, അതായത് ഈ വോട്ടുകൾ ലഭിച്ചാൽ പോലും ഈ 29,252 ഭൂരിപക്ഷമുള്ളത്. 9,825 വോട്ടുകൾക്ക് AK അഷ്റഫ് വിജയിക്കുമായിരുന്നു. അതായത് 19,427 വോട്ടുകളാണ് LDF-ന് UDF-ലേക്ക് പോയതെന്ന് കൂട്ടിയാൽ തന്നെ 9,000-ൽ പരം വോട്ടുകൾക്ക് AK അഷ്റഫ് വിജയിക്കുമായിരുന്നു. അത് മുസ്ലിം ഏകീകരണം ഈ മണ്ഡലത്തിൽ ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. അതോടൊപ്പം ആകെ ആശ്വാസം 5 മണ്ഡലങ്ങളിൽ ആകെ ആശ്വാസം കാസർഗോഡ് മണ്ഡലത്തിലാണ്. നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ശക്തമായ ത്രികോണ മത്സരം നടന്നു ആ കാസർഗോഡ് മത്സരത്തിൽ. അവിടെ LDF-ന് 8,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കാനായി എന്നത് തന്നെ മാത്രമാണ് ആകെയുള്ള ആശ്വാസം. എന്തായാലും തൃക്കരിപ്പൂരിൽ വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി. കാഞ്ഞങ്ങാട് വലിയ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുന്ന മണ്ഡലത്തിൽ 4,000-ഓളം വോട്ടുകളുടെ കുറവുണ്ടായി. ഉദുമയിൽ 5,000-ഓളം വോട്ടുകളുടെ കുറവുണ്ടായി. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും വലിയ കുറവുണ്ടായി. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കുറവുണ്ടായിരിക്കുന്നത് മഞ്ചേശ്വരത്ത് തന്നെയാണ്. പഴയ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ LDF-ൽ നിന്നും വോട്ടുകൾ UDF-ലേക്ക് പോയി എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം SIR-ൽ വന്ന ഈ കുറവും BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയെന്ന് പറയേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM-ന് കൈപൊള്ളും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭയിൽ വെറും 35 സീറ്റുകൾ മാത്രമായി ഇടതുപക്ഷം ഒതുങ്ങുകയാണ്. രാജ്യസഭാ ഒഴിവുകളിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കുക എന്നതിൽ CPM വിറയ്ക്കും, LDF വിറയ്ക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. 3 ഒഴിവുകൾ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരംഗത്തെ വിജയിക്കാൻ കുറഞ്ഞത് 36 MLA-മാരുടെയെങ്കിലും പിന്തുണ വേണം എന്നാണ് കണക്ക്. എന്നാൽ നിലവിൽ 35 അംഗങ്ങൾ മാത്രമുള്ള ഇടതുപക്ഷത്തിന് ഒരംഗത്തെ പാർലമെന്റിന്റെ ഉപരസഭയിലേക്ക് അയക്കണമെങ്കിൽ പോലും മറ്റ് പാർട്ടികളുടെ സഹായം തേടേണ്ടി വരുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം 102 MLA-മാരുള്ള UDF-ന് വരും വർഷങ്ങളിൽ രാജ്യസഭയിൽ വലിയ നേട്ടമുണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2027-ലും 2028-ലുമായി കേരളത്തിൽ 6 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവുണ്ടാകുന്നത്. ഓരോ വർഷവും 3 ഒഴിവുകൾ വീതം വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF തൂത്തുവാരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞ പോലെ ആകെ അംഗബലത്തെ ഒഴിവ് വരുന്ന സീറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനാവശ്യമായ കുറഞ്ഞ വോട്ടുകൾ നിശ്ചയിക്കുന്നത്. ഇതനുസരിച്ച് 3 ഒഴിവുകൾ വരുമ്പോൾ 36 പേരുടെയും 2 ഒഴിവുകൾ വരുമ്പോൾ 47 പേരുടെയും പിന്തുണ വേണം എന്നാണ് കണക്ക്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളായ PV അബ്ദുൽ വഹാബ്, B ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് എന്നിവരുടെ കാലാവധി അടുത്ത വർഷം ഏപ്രിൽ 20-ന് അവസാനിക്കും. ഈ ഒഴിവുകളിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരാളെ പോലും ജയിപ്പിക്കാൻ LDF-ന് CPM-ന് കഴിയില്ല എന്നുള്ളത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. 2028-ൽ കാലാവധി പൂർത്തിയാക്കുന്ന AA റഹീം, ജബി മേത്തർ, P സന്തോഷ് കുമാർ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം 4ഓളം അംഗങ്ങളുടെ കാലാവധി രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഇടതുപക്ഷത്ത് നിന്ന് ഈ 2027-28 സമയത്ത് ഇല്ലാതാകും. നമുക്കറിയാം, ലോക്സഭയിൽ അവർക്കുള്ള MP-മാരുടെ എണ്ണം രാജ്യസഭയിൽ കൂടി MP-മാർ കുറയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. മറ്റു വാർത്ത, പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയിലുണ്ടായ ആഘാതം മറികടക്കാൻ വലിയ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 18,100 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0 അത് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും എയർലൈൻ കമ്പനികൾക്കും അധിക വായ്പാ സൗകര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. 2.55 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ വിപണിയിലേക്ക് ഉണ്ടാകുന്നത്. ഇതിൽ 5,000 കോടി രൂപയോളം എയർലൈൻ മേഖലയ്ക്കായി നീക്കിവെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.
ഈ സംഘർഷത്തിൽ പശ്ചിമേഷ്യ യുദ്ധത്തിലടക്കം പ്രശ്നത്തിലായ ബിസിനസ്സുകളെ സഹായിക്കുക ലക്ഷ്യമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാസഞ്ചർ എയർലൈനുകൾക്ക് അവരുടെ വായ്പയുടെ പരമാവധി 100% വരെ, അതായത് 1500 കോടി രൂപ വരെ വായ്പയ്ക്ക് അർഹതയുണ്ടാകും. മറ്റു സ്ഥാപനങ്ങൾക്ക് 100 കോടി രൂപ പ്രവർത്തന മൂലധനമായി നൽകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വായ്പകൾക്ക് മൊറട്ടോറിയവും മറ്റും ഏർപ്പെടുത്തിയാണ് ഇത്തരം മേഖലകളെ സംരക്ഷിക്കാൻ, ഈ വ്യോമയാന മേഖലയൊക്കെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്. IPL-ൽ വീണ്ടും സഞ്ജു സാംസന്റെ പടയോട്ടം നമ്മൾ കണ്ടു. ഡൽഹി ക്യാപിറ്റൽസിനെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായ സഞ്ജു ജയിപ്പിച്ചെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയായിരുന്നു. ആദ്യ 20 ഓവറിൽ ബാറ്റ് ചെയ്ത ഡൽഹിക്ക് 155 റൺസ് മാത്രം എടുക്കാനായപ്പോൾ ചെന്നൈ അത് 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. സഞ്ജു ആകട്ടെ 52 പന്തിൽ 87 റൺസുമായി പുറത്താകാതെ നിന്നു. പ്ലെയർ ഓഫ് ദ പുരസ്കാരം സ്വന്തമാക്കിയപ്പോൾ ഹർഷ ബോഗ്ലെ സഞ്ജുവിനോട് ചോദിച്ചു, എന്താണ് സഞ്ജു, ഇന്നിങ്സിൽ സെഞ്ചുറി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? അപ്പോൾ മറുപടി, എപ്പോഴെങ്കിലും താൻ സെഞ്ചുറിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല ഒരു ഇന്നിങ്സിലും എന്നാണ്. എപ്പോഴും പ്രത്യേകതകൾ ഉണ്ടായെങ്കിൽ പോലും ഇന്നത് നേടാൻ എനിക്ക് അല്പം സ്വാർത്ഥനാകേണ്ടി വരുമായിരുന്നു. കൂടെയുള്ള ബാറ്റർ നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവരോടൊരു സിംഗിൾ എടുക്കൂ, എനിക്ക് 100 തേക്കണം എന്ന് പറയാൻ ആഗ്രഹിച്ചില്ല എന്നായിരുന്നു സഞ്ജുവിൻ്റെ രസകരമായ മറുപടി. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന മൈക്കൈൽ എന്ന ബയോപിക്കിന് ലോകമെമ്പാടും വലിയ സ്വീകാര്യത. ചിത്രം ബോക്സ് ഓഫീസിലും വലിയ വിജയം സൃഷ്ടിക്കുകയാണ്. അതോടുകൂടി കിങ് ഓഫ് പോപ്പിൻ്റെ സംഗീത ലഹരിയിലാണ് ഇപ്പോൾ ലോകം. ചിത്രം പുറത്തിറങ്ങിയ ഒരാഴ്ച പിന്നിടുമ്പോൾ 70കളിലെയും 80കളിലെയും മൈക്കിൾ ജാക്സന്റെ എക്കാലത്തെയും ഹിറ്റുകൾ വീണ്ടും വലിയ തോതിൽ പ്രചാരം നേടുകയാണ്. 17 വർഷങ്ങൾക്ക് ശേഷവും മരിച്ച് മൈക്കിൾ ജാക്സൺ ആരാധകരുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പുതിയ ഒരു കണക്ക് അനുസരിച്ച് ഗ്ലോബൽ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് റാങ്കിങ്ങിൽ മൈക്കിൾ ജാക്സൺ 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് എന്ന വിവരം കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ പഴയ പോപ്പ് ഗാനങ്ങൾ, BTS അടക്കം യൂട്യൂബ്, ഷാസാം, ഡീസർ തുടങ്ങിയ മിക്ക മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹത്തിൻ്റെ ആൽബങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും മാത്രം. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റിൻ ബീബർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ളത് എന്നുള്ളതാണ്. പഴയ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ആൽബങ്ങളും വലിയ തോതിലുള്ള സ്ട്രീമിങ്ങുകളും വർദ്ധിച്ചു വരുന്നതും പ്രധാനമായി ഒന്നായി മാറുകയാണ്. അങ്ങനെ മൈക്കിൾ ജാക്സൺ ഇപ്പോഴും ആരാധക ഹൃദയങ്ങളിൽ വലിയ സ്ഥാനം അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് 9 മണി വാർത്ത അവസാനിപ്പിക്കാം. ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.